തിരുവോണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചും വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം യും സംയുക്തമായി പങ്ങാരപ്പിള്ളി ശാന്തി സദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവോണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചും വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം യും സംയുക്തമായി പങ്ങാരപ്പിള്ളി ശാന്തി സദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഓണക്കോടി വിതരണവും നിർവഹിച്ചു. വടക്കാഞ്ചേരി ആക്സിന്റെ പ്രവർത്തകർ, ശാന്തി സദനിലെ അമ്മമാര്, സിസ്റ്റേഴ്സ്, നേരത്തെ ഇവിടെ സലീം സൂചിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ പിന്നെ ഫ്രാൻസിസ് പറഞ്ഞത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്സിന്റെ സാമൂഹ്യമായ വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ശാന്തി സദനിലെ അമ്മമാരെ ഒരു ദിവസം പൂർണ്ണമായി ഒരു ഉല്ലാസയാത്ര തന്നെയാണ്. പർച്ചേസ് ഉൾപ്പെടെയുള്ള ഉല്ലാസയാത്രയ്ക്ക് തയ്യാറാവും. ശോഭാ മാളിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇത് വടക്കാഞ്ചേരിയിലെ ഒരു തുണിക്കടയാണ്. പിന്നെ സദ്യയുണ്ട്. പിന്നെ തൃശ്ശൂർ റൗണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നു. തീർച്ചയായും നമുക്ക് ഈ ഓണം നമ്മുടെ 4 ചുമരുകൾക്കകത്തല്ലാത്ത നിലയിൽ ആഘോഷിക്കാനുള്ളൊരു അവസരം വടക്കാഞ്ചേരി ആക്സിന്റെ പ്രവർത്തകർ ഇന്നൊരു ദിവസം നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിർവഹിക്കുക. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആക്സിഡന്റിൽ പറ്റുന്നവരെ പിന്നെ ആശുപത്രിയിലും ലക്ഷ്യസ്ഥാനത്തേക്കും എത്തിക്കുന്ന വളണ്ടിയർ പ്രവർത്തനം സജീവമായി നിർവഹിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ BRCയിലെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇതുപോലെ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ തവണ നടത്തിയ പ്രവർത്തനം ഇതുപോലെയുള്ള ഒരു സഞ്ചാരത്തിന്റെ ഭാഗമായുള്ള അന്ന് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞു. പ്രാഞ്ചേട്ടൻ പറഞ്ഞു, അയ്യോ അത് കഴിയേണ്ട സമയമായല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീർച്ചയായും അത് ഓർത്തു വെച്ചുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ശാന്തി സദനത്തിലെത്തി ഈ പ്രവർത്തനം നടത്തുന്നത്. ആക്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ, രക്ഷാധികാരി VV ഫ്രാൻസിസ്, ട്രഷറർ V അനിരുദ്ധൻ, ഷമീർ തളി, മദർ ക്ലാരിസ് എന്നിവർ പങ്കെടുത്തു. എല്ലാവരെയും ഞാൻ ഒറ്റ വാർത്ത നമുക്ക് അടിച്ചു പൊളിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ അതെ സിസ്റ്റർ ഇന്നത്തെ ഇതിനെ കുറിച്ചിട്ടൊന്ന് ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയുന്നത് വിനീതമായ നമ്മളെ ഇതിലെ പ്രധാനമായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യലായിട്ട് വളരെയധികം ഹെൽപ്പും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്യാം. അപ്പൊ അവരെയും കൂടി ഞങ്ങൾ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തും. അമ്മമാരെ, നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ അനാഥരാണ്. നമ്മൾക്ക് ആരും ഇല്ല. നമ്മളെല്ലാവരും എന്തൊക്കെയുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ട്രസ്റ്റ് മാത്രമാണ്, ഒരു ശക്തിയാണ് നമ്മളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൂടി ഇവരെ സംരക്ഷിക്കാൻ ഇവരുടെ കുടുംബം പല വിധത്തിലും തയ്യാറാവാതെയും ചിലരുടെ കുടുംബം തയ്യാറാവാതെ ചിലരുടെ കുടുംബം അതിന് ശക്തിയില്ലാതെ ഇങ്ങനെയൊക്കെ വന്ന് പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ ഇവർ ഏതൊക്കെ രീതിയിലാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. പുറത്തുനിന്ന് എത്ര പറഞ്ഞാലും അതിന്റെ അവസ്ഥ മനസ്സിലാകില്ല. വളരെ ക്ലീനായി കിടക്കുന്ന ഒരു സ്ഥലം, അതുകൂടാതെ കക്കൂസുകളൊക്കെ എത്രയോ ക്ലിയർ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇവരെ കൊണ്ടുപോകുന്നത് പിടിച്ചുകൊണ്ടുപോകേണ്ടവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. അതിന് അവര് ബുദ്ധിമുട്ടുന്നതും അവർ കിടക്കുന്ന സ്ഥലം വളരെ എഴുന്നേക്കാൻ പാടില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടാവില്ലല്ലോ. എഴുന്നേക്കാൻ പാടില്ലാത്തവരല്ലേ കട്ടിലേക്ക് കിടപ്പ് മാത്രമുള്ള കിടക്കാൻ മാത്രം സാധിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരു സ്മെല്ല് പോലും ഇല്ലാതെ ഒരു സാധാരണ സ്ഥലം മാതിരി സൂക്ഷിച്ചിരിക്കുന്ന ഇവരെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. ഓണസദ്യയും വിനോദയാത്രയും സംഗീത സായാഹ്നം ഉൾപ്പെടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുക.